അയ്യോ അതാരും കഴിക്കല്ലേ, ഞാനിപ്പോ ചത്തുവേ. അയ്യോ 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 അയ്യോ. കേട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നേ വരെ ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹത്തെ കുറിച്ച്, അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ഈ ജന്മം നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് ചാകാന്നുള്ള വിശ്വാസം എനിക്കില്ല. അയ്യോ, ഇതാര്? എന്റെ കതിരൂർ കുരുക്കളല്ലേ? വന്നാട്ടെ, എന്നാ പോയാട്ടെ. അങ്കിൾ, മീറ്റ് മൈ ഫ്രണ്ട്സ്. നിമ്മി, ഷിമ്മി, സ്വീറ്റി, ഫ്രോക്കി. നൈറ്റി വന്നില്ലേ മോളെ? അതാരാ മിസ്റ്റർ മർമ്മ? അല്ല, എല്ലാവർക്കും ഈ ഡ്രസ്സുകളുടെ പേരാ, അതുകൊണ്ട് ചോദിച്ചതാ. മൈ ഡിയറസ്റ്റ് ഫാദർ ഇൻ ലോ. യെസ്. നിന്റെ അങ്കിൾ മൂത്ത് നിൽക്കാണല്ലോടി. അങ്കിൾ ഫിറ്റ് ആണെന്നാ ഇവര് പറയുന്നത്. അങ്കിൾ, ഇതെത്രയാ? ഒന്ന്. ഇതെത്രയാ അങ്കിൾ? 3. അങ്കിളിന്റെ ബോഡിയിൽ എന്താ വൈപ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുപ്പി ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാം. വേഗം കൊണ്ട് കൊടുക്കണടി. ദേ, ആ കാന്താരിയാണ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാമോ? ഏതോ ചപ്പട്ട സ്കൂളിലാ പഠിക്കുന്നത്. ഓക്കേ, വെയിറ്റ് ആൻഡ് സീ. മീറ്റ് മൈ സിസ്റ്റേഴ്സ് ഇൻ ലോ, സാവിത്രി ആൻഡ് സംഗീത. നമസ്തേ. ഹായ്. ഹായ്. താങ്ക് യു. ഹായ്. നൈസ് കോഫി. സാവിത്രി, ഹൗ ഡു യു മേക്ക് കോഫി? I take milk, then പിന്നൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഷുഗർ. You speak English? Oh sure. She speaks well, you know. Very fluent. Oxford accent. നന്നായിട്ട് സംസാരിക്കും. എന്ത് വേണോ ചോദിച്ചോ. Okay. I'll ask you a question. നിന്റെ അച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എങ്ങനെ പറയും? എങ്ങനെ പറയും? പറ. My father is a dog. കേട്ടില്ലേ അങ്കിൾ? എന്റെ അച്ഛൻ ഒരു പട്ടിയാണെന്ന്. ചോദിക്കും, ഗോപാലപിള്ള ചോദിക്കും. എന്റെ മരുമകളുടെ മനസ്സ് വേദനിപ്പിച്ച കമ്മീഷണർ അല്ല ദൈവം തമ്പുരാനായാലും ചോദിക്കും. കമ്മീഷണറോട് സംസാരിക്കാൻ അല്പം കൂടെ ധൈര്യം വേണം. 2 എണ്ണം കൂടെ വീശല്ലേ. കുപ്പിയുടെ കുപ്പിയെവിടെ? ഞാനിവിടെ കൊണ്ടുവച്ച കുപ്പി എവിടെയത്? ആരെടുത്താലും ശരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളാം, ഇല്ലെങ്കിൽ മർമ്മത്തിന്റെ സ്വഭാവം മാറും. ആരാ എടുത്തതെന്ന്? ആരാ എടുത്തതെന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? എന്താ അങ്കിൾ? ഞാൻ ഇപ്പൊ കൊണ്ടുവച്ച കുപ്പി കാണുന്നില്ല. എനിക്ക് ഇനിയും കുടിക്കണം. കുപ്പി എവിടെ? അങ്കിൾ, കുപ്പി അവളമാരെടുത്ത് എറിഞ്ഞതാ. ആ, സാവിത്രിയും സംഗീതയും. മർമ്മ ഇനിയും പൂസാന്ന് ഒന്ന് കാണുമല്ലോ എന്നും പറഞ്ഞ് എടുത്തൊരൊറ്റ ഏറ്. അത്രയ്ക്കായോ? ഗീത മോള് വിളിച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞ എവിടെ? സത്യമായിട്ടും അയാൾ നിന്നെ തല്ലിയോ മോളെ? റിയലി അങ്കിൾ, തല്ലി. തിരിച്ചവന്റെ മോന്തക്കെട്ട് 2 പെട കൊടുക്കാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യമാരായ അങ്ങനെയാ വേണ്ടത്, ഇല്ലേ സൗദാമിനി? അനുഭവം ഗുരു. അളിയോ, എല്ലാം ഏർപ്പാടാക്കിയാണ് വന്നിരിക്കുന്നത്. വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പിങ്ങെത്തും. മറ്റൊന്ന്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടത് കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്. വലത് കൈക്ക് എന്ത് പറ്റിയെന്ന് അളിയൻ ചോദിച്ചില്ല. ഞാനത് തല്ലി ഒടിച്ചിരിക്കും. ഏതായാലും CM വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഞാൻ വിളിക്കും. വിളിക്കടോ, ഇവിടെ വിളിക്കടോ. വേണ്ട, അവിടെ ചിലപ്പോൾ ലൈൻ എൻഗേജഡ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത്. വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി CM അറിയിക്കാൻ പോന്നു. എടോ, CM താൻ കണ്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നല്ലേ? കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രസക്കേടുണ്ടായാൽ നമ്മൾ മുതിർന്നവർ വേണം ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ. എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ, തമ്മി പിരിക്കാനല്ല. ആ ബോധം തനിക്കും ഉണ്ടാവണം. അമ്മാവനാത്രേ. ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഞാൻ പോവില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടതാ. മോളെ, വെറുതെ വാശി പിടിക്കരുത്. ഇല്ല, മമ്മി ഡാഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇത്ര പവർ. അങ്കിൾ, തല്ലുകൊണ്ട് അതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല. വരുമ്പോ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം. ഏറ്റുമോളെ, നിന്റെ മുഖത്തടിച്ച കൈ നിന്റെ മുമ്പിലിട്ട് ഞാൻ തല്ലി പിടിച്ചേക്കാം. പോരെ? ആഹാ, സഞ്ജീവൻ എത്തി.
പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, വെറുതെ IPS ആണ്, കമ്മീഷൻ ആണെന്നൊക്കെ പറഞ്ഞ കൊടുമുടി നിൽക്കാതെ താഴേക്ക് ഇറങ്ങണം, തറയാവണം. ഈ ഭർത്താവാകുന്നത് തന്നെ തറയാ, അതിലും തറയാവണം. നോക്ക്, അവളെയും കൊണ്ടേ ഇവിടെ ഇറങ്ങാവൂ. ആ DGPയുടെ അളിയൻ, ആ പന്നി പെരിച്ചാൽ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവനുമുണ്ട്. ആ കാറ് കിടക്കുന്നു, അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം. വെറും തറയാ, മനസ്സിലായോ? മനസ്സിലായി. ഇനി സാറ് നോക്കിക്കോ. ആ ഇരിക്കടോ എടുക്കളെ, സഞ്ജീവൻ ഇരിക്കെ. എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ? ക്ഷമിക്കണം സാർ. DAG അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങയുടെ അനന്തരങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തു പോയി സാർ. എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? വിവാഹ ബന്ധമാകുമ്പോ ചില കശവശകളൊക്കെ ഉണ്ടാവും. ഭാര്യക്കിട്ട് ഭർത്താവ് കൊടുത്തോന്ന് വരും. കൊടുക്കണമല്ലോ, അതിനാ കൈ തന്നിരിക്കുന്നത്. ഇല്ല അളിയാ? കേട്ടോ, ഇടിക്കട്ടെ. ഞാൻ അളിയനോട് പറയുകയായിരുന്നു, ഗീതമോള് കാണിച്ച് ഒട്ടും ശരിയായില്ലെന്ന്. ഇല്ല അളിയാ? താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്തോന്നാ, ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും, ഡൈവോഴ്സ്. അളിയൻ ഒരു മാതിരി ചൊറിയണ വർത്താനം പറയരുത്. കേട്ടോ, ഇടിക്കട്ടെ. ഇടിക്കുള രണ്ടും ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ. ആ ഗീതുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സഞ്ജീവനെ എനിക്കറിയാം. ആ ഇരിക്കും മോനെ. വേണ്ട സാർ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയ? മതി. ആ സഞ്ജീവനെ ഞാൻ വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട സാർ, സഞ്ജീവനല്ല എന്നോട് പറഞ്ഞു. പുള്ളിക്ക് കുറ്റബോധമുണ്ട്. സാറിനെയും അങ്കിളിനെയും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി. അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്. ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു. തെറ്റായി പോയിന്നറിയാം. ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഷോ പോട്ടെ. ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ. ഗീതുവിനെ എന്നോടൊപ്പം അയക്കാം. എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത്? അരി ഉഴുന്നു അരച്ച് ആവിയിൽ വെച്ച് ഇഡ്ഡലിയാവൂ? ആപ്പ ഉപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത്? കമ്മീഷണർ, DGPയുടെ മോള്, അതൊക്കെ ഓർക്കണ്ടേ? ഒട്ടും ശരിയായില്ലല്ലേ? നന്നായിട്ടുണ്ട്. ആണോ? എങ്കിൽ കഴിച്ചോ. പിള്ളേരെന്തേ നോക്കിയേക്കുന്നത്? ഏട്ടത്തേക്ക് ബുൾസൈ കൊടുക്ക്. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല. ആഹാരത്തിന് മുൻപും പിൻപും ബുൾസൈ കഴിച്ചിരിക്കണം. നിന്റെ മുഖത്തെന്താടാ ഒരു വാട്ടം? എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ? കാര്യമായ വാട്ടമുണ്ട് സാവിത്രി. നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം. ഏട്ടാ ഇവിടെ കവർപ്പാലേ കിട്ടൂ. പോരാ, പശുവും പാല് തന്നെ കൊടുക്കണം. മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ. കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ. ഒരു DGPയുടെ മോളുടെ പടുതിയെ. എടേ, ഈ ശരീരം നന്നാവാനും മനസ്സേകാഗ്രമാക്കാനും ആയുർവേദത്തിൽ ഒരു മരുന്നുണ്ടല്ലോ. എന്താ അത്? തെങ്ങിൻ മണ്ട രസായനോ? അതെ, അതുടനെ എത്തിക്കാം. എനിക്കൊന്നും വേണ്ട. അയ്യോ, വെറുതെ എന്നെ കൊണ്ട് പൈസ ചെലവായിക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം. നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട. വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി. ടയേർഡാവുമ്പോ കിടന്നുറങ്ങിക്കോ. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കോ. എന്നിട്ടും ബോറടിക്കണെങ്കിൽ TV സീരിയൽ കണ്ടോ. നേരത്തെ പറഞ്ഞു ഭർത്താവിന്റെ തുണി അലക്കുന്നതും അടുക്കള കയറി പാചകം ചെയ്യുന്നതൊക്കെ ഭാര്യയുടെ അവകാശമാണ്. ഇപ്പൊ പറയുന്നു ഒന്നും ചെയ്യണ്ടാന്ന്. ഇതിലേതാ? അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ. എങ്കിലും അതൊക്കെ വിട്ടേക്ക്. നീ ഇനി ഒന്നും ചെയ്യണ്ട. ആ, ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ. 5 മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ മൂഡ് ഔട്ട് ആവും. ദേ, ഇനി ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ബ്രേക്ക് ഡൗൺ ആയിക്കണ ബന്ധം ഇപ്പൊ ടോപ്പ് ഗിയറിലായല്ലോ അണ്ണ. ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നത്. പോയിട്ട് വരട്ടെ കൂട്ടാ. ആ, എന്താ രാധാരുക്മണിമാര്? സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ. 16-ാം തീയതി അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ടീച്ചറെ, മറക്കുവോ? PTA പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ്. സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം. വരുമടോ, ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് എവിടെയും പോവാറുള്ളൂ. ഗീതു, 16-ാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ. ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം. DGPയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഓ, സാറൊരു സംശയം ചോദിച്ചോട്ടെ, മാഡവുമായി ഇത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേർന്ന ഏത് വകുപ്പിലാ? ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സോറി സാർ. എന്നാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളിയാടോ. എടോ, എന്താ സാർ? ആയുർവേദത്തിലെ ഏറ്റവും കയ്പുള്ള കഷായത. വേപ്പിൻപെട്ട കഷായം. എങ്കിൽ അതൊരു 6 കുപ്പി വാങ്ങണം. മറ്റൊന്നുകൂടി ഉണ്ട് സാർ, ഗുൽഗുലു തിക്തകം. ഉച്ചി മുതൽ ഉള്ളം കാല് വരെ കഴിക്കും. വെരി ഗുഡ്. എന്നാൽ അതും ഒരു 6 കുപ്പി വാങ്ങിക്കോ. ആർക്കാണ് സാർ രക്തദൂഷ്യം? സാറിനാണോ? മറുചോദ്യം വേണ്ട. ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? കൊള്ളാം. ഭാര്യയെ കയ്പ് നീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ.
താനത് പ്രാക്ടിക്കലാക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്കും ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാം സാർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ SI ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. ഒയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താൻ ഈ കഷായം കുടിപ്പിക്കുന്നതൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം, പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ ഓ മൈ ഗോഡ്, ലിവർ എല്ലാം കൂടെ പുറത്തു വരുന്നത് പോലെ. മോളെ ഏടത്തിയുടെ മുതുകും തടവിക്കോട്. വേണ്ട, ഡോണ്ട് ടച്ച് മീ. പറ, എന്ത് വിഷമാണ് നിങ്ങൾ എനിക്ക് തന്നോണ്ടിരിക്കുന്നത്? ടെൽ മീ. വിഷമല്ല ഏട്ടത്തി, വിളർച്ച മാറാനുള്ള വിളർച്ച? ആർക്കാടി വിളർച്ച? മോളെ നാരങ്ങാ നീരിൽ ഉപ്പിട്ട് കുടിച്ചാ മതി. അത് തന്റെ മര്യാദക്ക് മരുന്നിന്റെ പേര് പറയുന്നുണ്ടോ? എനിക്കറിയില്ല മോളെ. ഓ, എന്തൊരു സ്നേഹം. നിങ്ങളിപ്പോ കുടിയൊക്കെ നിർത്തി വലിയ മാന്യനായിപ്പോയി. എന്റെ പണം കൊണ്ട് കുറെ കുടിച്ചിട്ടുള്ളതാ. ആ നന്ദി വേണം. എന്ത് മരുന്നാവും ഞങ്ങൾക്ക് അറിയില്ല. സൽപ്പേര് സദാനന്ദന വാങ്ങിയെന്നറിയാം. അത് ശരി. നിക്കടവിടെ. തന്നോടാ പറഞ്ഞു നിക്കാൻ. മാഡം എന്നെ വിളിച്ചോ? വിളിച്ചു. കമ്മീഷണറുടെ ഭാര്യയ്ക്ക് താൻ എന്ത് മരുന്നാണ് വാങ്ങിയത്? തന്നെ കാമാക്ഷി വിളിക്കണു. ഞാനിതാ വരുന്നടി. സ്റ്റോപ്പ് ദേർ. കുട്ടാ, നമ്മൾ സന്തുഷ്ടരാണ്, അയാളെ വെറുതെ വിട്ടേക്ക്. പോണ്ട. എന്താണ് വാങ്ങിയത്? കമ്മീഷണറുടെ വൈഫും DGPയുടെ മകളുമാണ് ചോദിക്കുന്നത്. നാളെ കെട്ടിപ്പറക്കി കാസർഗോഡേക്ക് പോണെങ്കിൽ പറയണോ? രക്തദൂഷ്യം കൊണ്ട് ചൊറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത്. വേപ്പിൻപെട്ട കഷായമോ? എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട്? ആഹാ, ഇപ്പൊ കാണിച്ചു തരാം. എടോ സാർ, 2 ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ 7 മക്കളെ ഒരേ മേൽക്കൂരയിൽ ഒരേ നുകത്തിക്കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും ചീറ്റലുമില്ല ശാന്തമായി കുടുംബം മുന്നോട്ട് നയിക്കുന്നുകൊണ്ടാണ് നാട്ടുകാരനെ സൽപ്പേര് സദാനന്ദനെ വിളിക്കുന്നത്. ആ സൽപ്പേരിനെ ദുഷ്പേര് കേൾപ്പിക്കരുത് സാർ.